പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ 24 ന്യൂസ് ഇന്ന് പുതുപ്പള്ളി വന്നിരിക്കുകയാണ്. ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിലുള്ള ടീം പുതുപ്പള്ളി പള്ളിയിലൊക്കെ പോയിട്ട് പുതുപ്പള്ളി ഗ്രൗണ്ടിൽ ഇവിടെ പുതുപ്പള്ളി MLA ബഹുമാനപ്പെട്ട ചാണ്ടി ഉമ്മൻ്റെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് കളിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈവ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, മെമ്പർമാരെ അങ്ങനെ അടക്കം നിരവധി ആൾക്കാരുണ്ട്. അതുപോലെ പുതുപ്പള്ളി IHRDയിലെ കുട്ടികളടക്കം, അതുപോലെ ഹരിതകർമ്മസേന, കഴിഞ്ഞ ദിവസം പുതുപ്പള്ളിയിലെ താരമായ കൊച്ചുമിടുക്കൻ ജോപ്പനടക്കം നിരവധി ആൾക്കാരുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് കൊട്ടാരക്കര ഇറങ്ങിയ റിപ്പോർട്ട് ഇവരൊക്കെ രാവിലെ ഡൽഹിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ന്യൂജേഴ്സിയിൽ നിന്ന് ലഞ്ചും പിന്നീട് ഇന്ന് അവരൊക്കെ അങ്ങനെ നല്ല കാര്യമൊന്നും ആവശ്യമുള്ള മോനാണ്. സാറിനെന്തോ ചാറ്റ് ചെയ്യാനുണ്ടോ? പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. നമ്മളെ ഗ്രൗണ്ടിൽ തന്നെയാണ് ഉള്ളത്. VPS ലേക്ക് ഷോർ പേഴ്സൺ SK കോട്ടി തുടരുകയാണ്. നമ്മളൊരു കുഞ്ഞിനെ പരിചയപ്പെടാം. ജോർദൻ. ഈ ജോർദന്റെ ഒരു പുരാണം എന്ന് വെച്ചാൽ ഇവനാണ് ജോർദന്റെ അച്ഛനാണിത്. പേരെന്താ? അനു. അദ്ദേഹം ഒരിക്കൽ ബോധം കെട്ടി വീണു. സാധാരണ ബോധം കെട്ടി വീഴാറുണ്ട്. പ്രഷർ കുറഞ്ഞിട്ട് ബോധം കെട്ടി വീണപ്പോൾ ഇവൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. താങ്കളോട് പോയിരുന്നു? അപ്പനും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവനെ അപ്പന്റെ മുഖത്ത് വെള്ളം തളിച്ച് അപ്പനെ ബോധം നേരെ നിർത്തിയിട്ട് അവൻ അയൽവാസികളോടൊക്കെ പറഞ്ഞെന്നാ പറഞ്ഞു. ജോതൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്ന പോലെ? ഈ അതായത് അപ്പന്റെ ബോധക്കേട് വന്നപ്പോഴേ മോൻ മനസ്സിലായിരുന്നു. മോനപ്പം എന്താ ചെയ്ത് എന്തെങ്കിലും വെള്ളമെടുത്ത് ചോദിച്ചോ? പിന്നെ അവനെ അത് ശരി. അപ്പൊ അപ്പച്ചനെ എവിടെ ആശുപത്രി കൊണ്ടുപോയോ? ആരോട് പോയി പറഞ്ഞു? അപ്പോ മോൻ വെള്ളം തളിച്ച ഉടനെ അപ്പച്ചൻ കണ്ടു തുറന്നോ? വെള്ളം തളിച്ചില്ലേ? ഇങ്ങനെ വെള്ളം തളിച്ചില്ലയോ? അതൊന്നും ഇരിക്കുക അല്ലേ? പിന്നെ ആശുപത്രി കൊണ്ടുപോയി. ഓ, ഇയാൾ ഭയങ്കര കക്ഷിയല്ലേ. അപ്പൊ എന്തായാലും മകനെ കുറിച്ച് അപ്പൊ എന്താ തോന്നിയത്? ഇപ്പം പുറത്ത് പോയിരിക്കാൻ വേണ്ടി ഞാൻ ലോക്ക് ചെയ്തായിരുന്നു. ലോക്ക് ചെയ്തേക്കാണ് സൈക്കിളിൻ്റെ പുറത്ത് എടുത്ത് പോകാൻ പിന്നെ ഫുഡെല്ലാം കൊടുത്തിട്ട് എന്നോട് ഇരിക്കുകയാണ്. പുറത്ത് പോകണമെന്ന് പറഞ്ഞതിൻ്റെ ലോക്ക് ചെയ്തിട്ടാണ് എനിക്ക് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി നന്നായി. മകൻ അവൻ മിടുക്കനായിട്ട് വളരട്ടെ. അപ്പൊ അങ്ങയുടെ പേരെന്താ? ഓക്കെ. എന്തോ ഓക്കെ. അപ്പൊ സന്തോഷം. പുസ്തകം ഓക്കെ. ഇനി ഒരു കോപ്പി ചാണ്ടി വീണ്ടും കൊടുക്കണം. നേരത്തെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. MLA ഇതൊക്കെ അറിയേണ്ടത്.
എല്ലാ കാര്യത്തിലും യു ആർ അവർ പ്രൈഡ് കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം. നമുക്കിനി നമ്മുടെ പിള്ളേർ ഹലോ ഹലോ, നിങ്ങളൊക്കെ അറിഞ്ഞോ നമ്മുടെ യാത്രയെ കുറിച്ച്? അറിഞ്ഞോ? എന്താ അറിഞ്ഞേ? എന്താ കാര്യം അറിഞ്ഞെന്താ? ലഹരിയല്ല, MDMA പോലുള്ള മാരക രാസലഹരി ഇങ്ങനെ കേരളത്തിൽ പ്രചരിക്കുന്ന കുട്ടികൾ അതിന് ഇരയാകുന്നു. അപ്പോൾ അതിനായിട്ടുള്ള നിങ്ങൾ കൂടെ ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ പങ്കെടുത്തതാണ്. ആരാണ് കൂട്ടിയോട്ടത്തിൽ പങ്കെടുത്തത്? ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരിക, വർഷമാണ് ചെറിയ കുട്ടികളാണ്. ഇങ്ങനെയുണ്ട് കേരളത്തിലാണ് അപ്പോൾ നിങ്ങൾ പങ്കെടുത്തായിട്ടുണ്ട്. ഈ കാവലിന്റെ ഇങ്ങനെ പ്രിൻസിപ്പല് ഇങ്ങനെ അപ്പോൾ എന്തായാലും വളരെ സന്തോഷം നിങ്ങളെ കാണാൻ പറ്റിയത്. വളരെ നന്ദി നമ്മുടെ സ്വന്തം സ്ഥാപനം. ഓക്കെ, താങ്ക് യു. അപ്പോൾ വിജയകുമാർ, ഇനിയിപ്പോൾ നമ്മൾ സ്വർണ്ണവില കൊടുക്കും. സ്വർണ്ണവില കൊടുത്തിട്ടില്ല, അപ്പോൾ അടുത്ത സ്വർണ്ണവില കൊടുക്കാം. വിജയൻ അതിനെക്കുറിച്ചൊരു വികാരം വേണ്ടി. അപ്പോൾ സ്വർണ്ണവില എന്റെ സാറേ, ഞാൻ ഓടി ബസ് ഓടി ഞാൻ പൊങ്ങനാഥത്തുനിന്ന് 7:15 വണ്ടി കയറിയതാണ്. ഇവിടെ വന്നു പുൽപ്പള്ളി പോയി. പുൽപ്പള്ളിയിൽ ഇപ്പം പുറകെ ഞാൻ ഓട്ടോ ആ ഓക്കെ ഓക്കെ. അല്ല, അപ്പോൾ അതിനകത്ത് മെയിനായിട്ട് പറയുന്ന MDMA ആണോ മറ്റുള്ള എല്ലാ ലഹരികളും? ആ, അപ്പോൾ നമ്മുടെ പിറകെ ഓടിക്കൊണ്ടിരുന്ന ഒരു അമ്മച്ചിയും കൂടെ പരിചയപ്പെട്ട് നമുക്ക്. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കാണുന്നത് VPS ലേക്ക് ഷോർ പ്രസൻസ് SKN40. അപ്പോൾ കൃഷ്ണ ശ്രദ്ധിച്ചോ, ഈ അമ്മച്ചി കുറച്ച് നേരമായിട്ട് നമ്മുടെ പിറകെ ഓടിക്കൊണ്ടിരിക്കും. എവിടുന്ന വണ്ടി കയറിയത്? എന്തായിരുന്നു വണ്ടി കയറാൻ കാര്യം? അടിവെല്ലാം പറ്റിക്കാൻ? അമ്മയുടെ വീട് എവിടാ? ഓക്കെ, പേരെന്താ? അപ്പൊ അമ്മ നീണാണ് വേടട്ടെ, ഞാൻ ഒന്ന് ഹഗ് ചെയ്ത് അമ്മ കേട്ടോ. ഓക്കെ, ഞാനും പള്ളി ഒന്നിച്ച് സാറിനെ കാണാൻ പറ്റാഞ്ഞിട്ട് കണ്ടു ഒരു ക്ഷയിക്കാൻ വന്നു. എന്നാലും നിങ്ങൾ പോകുന്നു. ഞാൻ ഓടി ബസ്സിൽ കയറി. എന്താ പേര്? സുനില. ഇങ്ങനെ ഓടുന്നവരുടെ എല്ലാം പേര് ഞാൻ ചോദിക്കും. ഓക്കെ, നിങ്ങളുടെ ഇവിടെ ഹരിത കർമ്മസേനയാണോ? എല്ലാ പ്രശ്നങ്ങളുണ്ടോ? ചൂടിന്റെ പ്രശ്നം നമുക്കുണ്ട്. നമ്മൾ ചൂടടിക്കാൻ വേണ്ടി ഇടപാട് തീർന്നുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രാസലഹരി കേരളത്തിൽ പ്രചരിക്കുന്നതാണ്. കുടുംബശ്രീ ഇത് കുടുംബശ്രീയാണോ? ഈ വരുന്ന മനസ്സിലായില്ല. ഓക്കെ, നമ്മൾ ഒന്നിച്ച് കാസർഗോഡ് പോകും. ഓക്കെ, നമ്മൾ രണ്ടിലൊന്ന് തീരുമാനിക്കും. ഒന്നുകിൽ നിർത്തും, അല്ലെങ്കിൽ നമ്മൾ നിർത്തും. ഓക്കെ, റെഡി. അപ്പോൾ എന്തായാലും നമ്മുടെ മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയം വാങ്ങുന്നു. അപ്പോൾ എന്താണാവും എന്തിൻ്റെ? ആ, ഇതിലുണ്ടോ? ടീമിലുണ്ടോ? ഓക്കെ, മോൾ അഭിനയിക്കുന്നുണ്ട്. മോൾ അഭിനയിക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്കിനിയിപ്പോൾ നമുക്കിനി മോർണിംഗ് ഷോ അവസാനിപ്പിക്കാൻ സമയമാകുന്നു. അതിന് മുമ്പ് ഈ രാസലഹരി ഒരു കുട്ടിക്കും ഒരു മനുഷ്യനും ഉണ്ടാകുന്ന വ്യത്യാസം എന്താണെന്ന് ഒരു വിദഗ്ധനായ ഒരു ഡോക്ടർ ബെൻസൺ അദ്ദേഹം നമ്മോട് പറയും. നിങ്ങളത് ശ്രദ്ധയോടെ കാണണം. കാര്യം നമ്മുടെ കുട്ടികൾ അകപ്പെടുന്ന അപകടം എന്താണ്, അതിൻ്റെ ആഴം എത്രയാണ് എന്നറിയാൻ വേണ്ടി ഈ ഡോക്ടർ പറയുന്നത് വളരെ ശ്രദ്ധയോടെ. നിങ്ങളെ ബാക്കി ജോലികളൊക്കെ നിർത്തിവെക്കുക, ഇത് കാണുക. ഇത് കണ്ടാലേ നമ്മുടെ ഈ ശ്രമം വിജയിക്കും. നമുക്ക് ഈ രാസലഹരി എന്നേക്കുമായി ഇവിടെ പടരുന്നത് അവസാനിപ്പിക്കണം.
അപ്പോൾ ഓവർ ടു ദാറ്റ് ഡോക്ടർ ബെൻസി അല്ലേ? ബെൻസർ ഹുസൈനാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്ക് 24 ബ്രേക്കിംഗ് വിത്ത് ആർമി ആരംഭിക്കും, ആർമി ട്രാൻസ്ഫർ ആക്കി വരും. അപ്പോൾ ഓവർ ടു ഡോക്ടർ ബെൻസി. കട്ട് ചെയ്തോട്ടെ ഇനിയിപ്പോ ലേറ്റായി പോയി. പിന്നെ ഇതിന് സമയമില്ലേ? ഇനി നമുക്കാണ്. ഓക്കെ, ശരി. അപ്പൊ നിങ്ങളെ എപ്പോഴെങ്കിലും എല്ലാവരും നിന്നോണേ. എല്ലാവരും കൂടി ആണോ? സന്തോഷം, സന്തോഷം. രാജാ അച്ഛനെ രക്ഷിച്ച ആളെ